നമ്മുടെ ഐഫോണിന്റെ ഫോൺ ആപ്ലിക്കേഷനകത്ത് വളരെയധികം ഫീച്ചറുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ പലരും ഉപയോഗിക്കാറില്ല. ഐഫോൺ ഉപയോഗിക്കുന്നവർക്കായിട്ട് ഫോൺ ആപ്ലിക്കേഷനുള്ള പുതുതായിട്ട് വന്നിരിക്കുന്നതും നേരത്തെ ഉള്ളതുമായിട്ടുള്ള കുറച്ച് ഫീച്ചറുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് വരാം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക. കാരണം പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് സത്യം. വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഐഫോണിന്റെ സെറ്റിംഗ്സിനകത്ത് നിന്നും ആ ഫോൺ എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. അതിനായി നമ്മളിവിടെ സെറ്റിംഗ്സിൽ കയറി താഴെയായിട്ടുള്ള സെർച്ച് ഐക്കണിൽ ഫോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മളെ ഫോൺ എന്നുള്ള ആപ്ലിക്കേഷനോട് എനേബിൾ ആയി വരും. ഇത് എനേബിൾ ആയി കുറച്ചൊന്ന് മുകളിലേക്ക് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്തായി അനൗൺസ് കോൾസ് ഓൾവേസ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ഓൾവേസ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കോളുകളെ നിങ്ങളുടെ ഏതാണ് നമ്പറുകൾ സേവ് ചെയ്തിരിക്കുന്നത് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൾ അനൗൺസ് ചെയ്ത് തരും. ഇത് നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഫോൺ കയ്യിലുള്ള സമയത്ത് വളരെയധികം ഉപകാരപ്രദമായ ഫീച്ചറാണ്. ഞാൻ ഓൾവേസ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡ്ഫോൺ ആൻഡ് കാർ എന്നുള്ളതോ അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ഉള്ളി എന്നുള്ളതോ കൊടുത്തു വയ്ക്കാം. അപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഫീച്ചർ ആയതുകൊണ്ട് ഞാനിപ്പോൾ ആൾവേസ് എന്നുള്ളത് കൊടുക്കുന്നു. തുടർന്ന് നമ്മൾ അവിടെ നിന്ന് പുറകിലേക്ക് വരുന്നു. തുടർന്ന് ഞാൻ തൊട്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ കോൾസ് എന്നുള്ളത് വൈഫൈ കോളിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമ്മൾ മസ്റ്റായിട്ടും എനേബിൾ ചെയ്ത് വെക്കണം, ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലോ നമ്മളൊരു ഇൻഡോറിലോ ഇരിക്കുന്ന സമയത്ത് ഓഫീസിലോ നമ്മുടെ വീട്ടിലോ ഒക്കെ ഇരിക്കുമ്പോൾ മൊബൈൽ നെറ്റ്വർക്കിന് റേഞ്ച് ഇല്ലാത്ത സമയത്ത് ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ വഴി നമുക്ക് വിളിക്കുവാൻ സാധിക്കും. നിങ്ങൾക്കൊരു വൈഫൈയിൽ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വൈഫൈ വഴിയും കോൾ ചെയ്യുന്നതിനാണ് ഇത് ഞാൻ എനേബിൾ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് പുറകിലേക്ക് വരുന്നു. തുടർന്ന് താഴെയായിട്ട് വരുമ്പോൾ ഇവിടേക്ക് ഉണ്ടോ ഓഡിയോ കോൾ റെക്കോർഡിംഗ് എന്നൊരു പുതിയൊരു ഓപ്ഷൻ ഇപ്പോൾ ഐഫോണിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോളുകൾ വരുന്ന സമയത്ത് ലൈവായിട്ട് തന്നെ അതിനെ റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇത് നിങ്ങൾ ഇവിടെ ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമേ ആ കോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓഡിയോ കോൾ റെക്കോർഡിംഗ് എന്നുള്ളത് ഇവിടെ നമ്മൾ ഓൺ ചെയ്ത് വെക്കണം. തുടർന്ന് നമ്മൾ വീണ്ടും പുറകിലേക്ക് വന്നു. താഴേക്ക് കിടന്ന് പുതുതായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു ഫീച്ചറാണ്, വളരെ ഉപകാരപ്രദമായിട്ടൊരു ഫീച്ചറാണ് ഹാപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. കാരണം ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്കൊരു കോൾ ചെയ്യുന്ന സമയത്ത് കോൾ കണക്ട് ആയി കഴിഞ്ഞാൽ ചെറിയൊരു വൈബ്രേഷൻ വരും. അതുപോലെ കോൾ ഡിസ്കണക്ട് ആയാലും ഒരു വൈബ്രേഷൻ വരും. ഈ കണക്ട് ആകുമ്പോൾ നമുക്ക് ചെവിയിൽ വയ്ക്കാതെ തന്നെ ഈ ഫോൺ കണക്ട് ആയി അല്ലെങ്കിൽ ആ ഒരു കോൾ അവിടെ എടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് ഈ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്നുള്ളത് ഓൺ ചെയ്ത് വയ്ക്കുക. ഇനി അവസാനമായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ ഡയൽ അസിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഡയൽ അസിസ്റ്റ് നമ്മൾ ഓൺ ചെയ്ത് വെക്കണം. കാരണം ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് പുറത്തുള്ള കാൾസോ ഇന്റർനാഷണൽ കാൾസോ ലോക്കൽ കാൾസോ മറ്റ് വരുമ്പോൾ അത് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് നമ്മുടെ ഐഫോൺ തന്നെ അത് എന്താണെന്നുള്ള സാധനം കണ്ടുപിടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ അറിയിക്കുന്നതിനാണ് ഡയൽ അസിസ്റ്റ് എന്നുള്ളത് ഓൺ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഐഫോണിലെ ഈ ഒരു ഫോൺ ആപ്ലിക്കേഷനുള്ള വളരെ ഉപകാരപ്പെടുന്ന ഫീച്ചറുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് അറിവുകൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ വീണ്ടും കാണാം.